പത്തനംതിട്ടയിൽ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിന് സമീപം ബാറിന് പുറത്ത് കൂട്ടയടി. ഹെൽമറ്റ് ഉപയോഗിച്ച 2 യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചു. ബാറിനുള്ളിലെ തർക്കമാണ് അടിയിൽ കലാശിച്ചത്. നിധിൻ തോമസ് വിവരങ്ങൾ നൽകും. നിധിൻ, ആരാണ് യുവാക്കളെ മർദ്ദിച്ചത് എന്നത് സംബന്ധിച്ച് വിവരങ്ങളുണ്ടോ? രാത്രി 9:15 ഇത്തരത്തിലൊരു കൂട്ടയടി പത്തനംതിട്ട ടൗണിൽ നടക്കുന്നത്. പത്തനംതിട്ട കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ഒരു ബാറിന് മുമ്പിലാണ് ഇത്തരത്തിൽ യുവാക്കൾ ഏറ്റുമുട്ടിയത്. രാത്രി 9:15 സംഭവം ഉണ്ടാകുന്നത്. ബാറിനുള്ളിൽ വെച്ച് ഉണ്ടാവുന്ന തർക്കമാണ് പുറത്തെത്തി അത് ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. ടേബിൾ മാറി ഭക്ഷണം ടേബിൾ മാറി എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു തർക്കം ആരംഭിക്കുന്നത്. 3 പേർ വീതമുള്ള 2 സംഘങ്ങൾ തമ്മിലാണ് ഇവിടെ ഏറ്റുമുട്ടിയത്. പത്തനംതിട്ട സ്വദേശികളായ അർജുൻ, ശ്യാം, അരുൺ എന്നിവർക്കാണ് ഇതിൽ കൂടുതൽ മർദ്ദനമേറ്റിരിക്കുന്നത്. ഇവരുടെ തലയ്ക്ക് ഹെൽമറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുന്നതാണ് നമ്മൾ ഇതിൽ ദൃശ്യങ്ങളിൽ കാണുന്നത്. മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് പത്തനംതിട്ട സ്വദേശികളായ സിജു പി ജോസ്, ഷിബു, മലയാളപ്പുഴ സ്വദേശി അഭിലാഷ് എന്നിവരാണ്. രൂക്ഷമായ മർദ്ദനം ഏറ്റതോടെ 2 യുവാക്കൾ പത്തനംതിട്ടയിലാണ് കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ബാറിന് പുറത്ത് യുവാക്കളെ ഒരു സംഘം ഹെൽമറ്റ് ഉപയോഗിച്ച് മർദ്ദിച്ചത്. വിവരങ്ങളാണ് നിധിൻ തോമസ് നൽകിയത്.